ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസത്തെ വ്ളോഗാട്ടോ ഇത്. കിക്കിയുടെ പിറന്നാൾ ദിവസമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നാളെ വരുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തന്നെ കിക്കിക്ക് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു കേട്ടോ. എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചായ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് കിക്കീനെ കുളിപ്പിച്ച് റെഡിയാക്കി രണ്ടുപേരെയും കൂടെ അമ്പലത്തിൽ പറഞ്ഞു വിട്ടു കേട്ടോ. എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കിക്കി. അതും ബുള്ളറ്റിലാണെങ്കിൽ ഇരട്ടി സന്തോഷം കേട്ടോ അവൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ഹാപ്പി ആയിട്ട് രണ്ടുപേരോട് അമ്പലത്തിൽ പോയി. അവരെ പറഞ്ഞു വിട്ടിട്ട് ഞാനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണികളിലോട്ടൊക്കെ കടന്നു കേട്ടോ. ഇന്ന് അപ്പവും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ എൻ്റെ രാവിലത്തെ ഫുഡൊന്നും ശരിയായിട്ടില്ല. രാവിലത്തെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് നോർമലി. അതുപോലെ ഇന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരം പുറത്തു പോയിരിക്കണം കേട്ടോ. ചായ കുടിക്കുന്നതെല്ലാം ഇപ്പം ഞാൻ പുറത്തു വരുന്നിട്ടാണ്. എന്നിട്ട് കുറച്ച് നേരം അതിലൂടെയൊക്കെ നടക്കും, വെയിൽ കൊള്ളും. അങ്ങനെയൊക്കെയാണ് എൻ്റെ റുട്ടീൻ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇന്ന് അതൊന്നും നടന്നില്ല കേട്ടോ. കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കഴുകി ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കുമായിരുന്നു. അമ്മ ആ നേരം കൂടെ കടലക്കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോഴേക്കും പിറന്നാൾ കുട്ടി അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങി. അങ്ങനെ ഞാനും കിക്കിയും ഫുഡ് കഴിച്ചു. അമ്മയും ഞങ്ങളുടെ കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അഖിലേട്ടനാണെങ്കിൽ ഫുഡൊക്കെ കഴിഞ്ഞ് ഓഫീസിലും പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സദ്യ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അമ്മ അലക്കും വേറെ പണിയിലൊക്കെ ആയിരുന്നു. ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോസും എടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബീൻസും മെഴുക്കുവരട്ടിയും ക്യാബേജ് തോരനാണ് ഉണ്ടാക്കിയത്. ഇതൊന്നും കൂട്ടി കിക്കി ചോറ് കഴിക്കത്തില്ല കേട്ടോ. അവൾക്ക് ആകെ വേണ്ടത് പപ്പടം, മുട്ട വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ വറുത്തത്. ഇത് കുട്ടിയാണെങ്കിൽ അവൾ കഴിക്കുകയുള്ളൂ. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുണ്ടാക്കിയത്. അപ്പോൾ അതിനിടയിൽ എനിക്ക് വിശന്നപ്പോൾ ഞാനും കിക്കി ആപ്പിൾ കഴിച്ചു. ആ നേരം അമ്മ മോരുകറിയും പപ്പടമൊക്കെ വറുത്ത് വെച്ചായിരുന്നു കേട്ടോ. പിന്നെ സദ്യ പായസം വേണമല്ലോ എന്നോർത്ത് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കുളിച്ച് റെഡിയായി. എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ കാലിന് വേദന തുടങ്ങും കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചെറിയ വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറച്ച് നേരം പണി ചെയ്യും, റെസ്റ്റ് എടുക്കും, പിന്നെ ബാക്കി ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ അമ്മയുള്ളതുകൊണ്ട് അധികം പണി ചെയ്യാറുമില്ല കേട്ടോ. അപ്പോൾ സദ്യക്കുള്ള ഇലയൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് അമ്മ അവൾക്ക് വിളമ്പി കൊടുത്തു കേട്ടോ ഇലയിൽ. ഇതൊന്നും അവൾ കൂട്ടി കഴിക്കില്ല. അവൾ ആകെ കൂട്ടി കഴിച്ചത് പപ്പടവും മോരും കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വെറും ചോറും പപ്പടവും മാത്രം കൂട്ടിയാട്ടോ കഴിച്ചത്. എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ അവൾക്ക് വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനാണ് ബാക്കി കറിയൊക്കെ കഴിച്ചത് കേട്ടോ. അഖിലേട്ടയുടെ എല്ലാം റെഡിയായപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് തന്നെ വന്നു കേട്ടോ. അഖിലേട്ടനെ കണ്ടപ്പോൾ തന്നെ കിക്കി അഖിലേട്ടയ്ക്ക് ചോറൊക്കെ വാരി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും അമ്മയും അഖിലേട്ട എല്ലാവരും വാരി കൊടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ദിവസം. ശരിക്കും കാലിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ പോലും കിക്കിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ശരിക്കും അവൾക്കല്ല, ഞങ്ങൾക്കായിരുന്നു ഭയങ്കര സന്തോഷം. ഫുഡൊക്കെ കഴിച്ചിട്ട് പായസവും കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ചെറിയ നീരും നല്ല വേദനയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളെ ഉറക്കിയിട്ട് ഞാനും കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ വലിച്ചു നീട്ടി കുറേ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.